ഹായ് ഹലോ, നമുക്കിനി കുറച്ച് ട്രാവലൊക്കെ ഒന്നായാലോ. സോ കമോൺ ലെറ്റ്സ് ഗോ ഗൈസ്. മണി 4:55. ഞാൻ ദേ കണിയാപുരം ബസ് ഡിപ്പോയിലോട്ട് പോവാണ് കേട്ടോ. ഞാൻ നേരെ കണിയാപുരം ഡിപ്പോയിലാണ് കേട്ടോ പോയത്. അവിടെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് കുറച്ച് ഓപ്പോസിറ്റായിരുന്നു നിന്നത്. ഞാനും അവിടെ കുറച്ച് പത്രമൊക്കെ സെറ്റ് ചെയ്യുന്ന ചേട്ടന്മാരുണ്ടായിരുന്നുള്ളത്. ആക്ച്വലി എനിക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായി, സ്പെഷ്യലി സൂപ്പർ ഫാസ്റ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സസിൽ. സോ ഞാൻ എനിക്ക് തൃശ്ശൂർ ഫാസ്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് നേരെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പോകാനായിട്ട്, മീൻസ് ഈ ഏർലി മോർണിംഗിൽ ട്രാവൽ ചെയ്യാനായിട്ട്. സോ നേരെ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. കൊല്ലത്താണ് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അവിടെ നിന്ന് നേരെ ചുമ്മാ ഒരു റൈഡ് പോയതാണ്. അവിടെ അടുത്തുള്ള പ്ലേസ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ കാണിക്കാനായിട്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്ലേസിൽ പോയത്. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഇതാണ് കൈതാക്കോട്. ആര്? കൈതാക്കോട് അഷ്ടമുടിക്കായലിൻ്റെ ഒരു പാർട്ടാണ്. എന്ത് ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല മഴയായിരുന്നു, നല്ല മഴയുടെ ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ബട്ട് എനിക്കിഷ്ടപ്പെട്ടു ആ വെള്ളമൊക്കെ കിടക്കുന്നത്. കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ മഴയൊക്കെ മാറിയപ്പോൾ അവിടെ നിന്നത് ഈ ഒരു റൂട്ട് വഴി പോയിട്ടോ. ആക്ച്വലി സ്ഥലത്തിൻ്റെ പേര് ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല. ഓർത്തിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. എനിക്ക് ഇഷ്ടം എന്താണെന്നറിയാമോ ഈ ഒരു റൈഡാണ്. കാരണം നോക്കിക്കേ, ഒരു സൈഡ് കംപ്ലീറ്റ് വീടും പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് കായലും. എന്ത് രസമല്ലേ. ഞാൻ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എന്ത് ഭംഗി എവിടെയൊക്കെ കാണാനായിട്ട്. അതും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മൂവീസിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പ്ലേസ് ഞാൻ കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല എൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. സോ ബർത്ത്ഡേയുടെ ദിവസം ഈ ഒരു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് പോകാൻ പറ്റിയാൽ ഞാൻ വെരി ഹാപ്പി ആയിട്ട് കേട്ടോ. ഞാൻ ഓരോ വീട്ടിലും ഓരോ കുഞ്ഞു വള്ളമൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, ജസ്റ്റ് വാവ്, എനിക്ക് ആ ഒരു ഫീലാണ് കണ്ടിട്ട്. ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈമാ. അതല്ലേ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്നവർക്ക് നല്ല രസമായിരിക്കും അല്ലേ, നല്ല മോർണിംഗ് വൈബൊക്കെ ഉണ്ട്. എന്ത് വൈബാ. അവിടെ നിന്ന് കുറച്ചുകൂടെ ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ്, അറൗണ്ട് ഒരു ഹാഫ് ആൻ അവർ ആകത്തില്ല. അത്രയും നേരം ഇവിടെ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. സോ അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ കണ്ടു. ചെറുതായിട്ട് കുറച്ച് പേര് ചൂണ്ടയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മെയിൻ റോഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു നല്ല രീതിയിൽ മഴ പെയ്തത്. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു ചേർച്ചിൽ കയറി നിൽക്കുവാണ്. ഇപ്പോൾ അറൗണ്ട് ഒരു 7:30 ഒക്കെ ആയിട്ടുള്ളൂ ടൈം. അപ്പോൾ ഗൈസ് നല്ല മഴ ആയതുകൊണ്ട് ചേർച്ചിൽ കയറി. ഈ പള്ളിയൊക്കെ എന്ത് പോസിറ്റീവ് ആംബിയൻസ് അല്ലേ. അങ്ങനെ മഴയൊക്കെ മാറിയപ്പോൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ആക്ച്വലി എൻ്റെ ഡെസ്റ്റിനേഷൻ വന്നിട്ട് മൺട്രോതുരുത്തായിരുന്നു കേട്ടോ. ആൻഡ് അവിടെ രാവിലെ ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അവിടെ അടുത്തുള്ള ഒരു ഓപ്പണായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ആൻഡ് അവിടെ ഫുഡിന് വെയിറ്റ് ചെയ്തു. ആക്ച്വലി ഫുഡ് ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ പൊറോട്ടയും എഗ് കറിയും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അത് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നൈസ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഞാൻ കഴിച്ചതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ പ്ലേസിൽ. അല്ല, ഈ ഒരു ബിൽഡിംഗ് റിസോർട്ട് അതിൻ്റെ പേര് ഗ്രീൻലാൻഡ് എന്നാണ്. സോ ഇവിടെ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഭയങ്കര ആംബിയൻസ് ആയിട്ട് ഒരു ട്രഡീഷണൽ രീതിയിൽ വന്നിട്ടുള്ള, പിന്നെ ആ ഒരു മഴ വൈബും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവിടെ പോയി ചെക്ക് ഇൻ ചെയ്തപ്പോൾ തന്നെ ഇത് നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു. സോ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവിടെ ഇങ്ങനെ കുറച്ചധികം നേരം അവിടെ നിൽക്കേണ്ടി വന്നു മഴ ആയതുകൊണ്ട്. അങ്ങനെ കുറേ നേരം ഞാൻ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. ആ ഒരു ട്രഡീഷണൽ വൈബ് ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ട്രഡീഷണൽ ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. പിന്നെ മഴയും കൂടി വന്നപ്പോൾ അടിപൊളിയായിരുന്നു. ആക്ച്വലി ഇന്നത്തെ ദിവസം എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ എന്തായാലും ഷൂട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വേറെ കുറച്ച് പ്ലേസസിൽ പോകണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ ആണ് ഞാൻ ഇവിടെ കാണാനായിട്ട് ഉദ്ദേശിച്ചത്. അതായത് ഫുള്ളൊന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. സോ അന്നത്തെ ദിവസത്തെ ആ കുറേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴുള്ളൊരു നൈറ്റ് വൈബാണ് കേട്ടോ. അവിടെ ഞാൻ ഫുഡ് കഴിച്ച അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ അതിനടുത്തുള്ളൊരു റിസോർട്ടിൻ്റെ ഒരു നൈറ്റ് വൈബാണ്. ആൻഡ് ഇത് പിറ്റേ ദിവസം ഞാൻ ഇവിടെ വരുന്നുണ്ട്, അതെന്തായാലും കാണിച്ചു തരാം. പക്ഷേ നൈറ്റ് വൈബ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. സോ ഇന്നത്തെ ദിവസത്തെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞാൻ റൂമിലോട്ട് പോവാണ് കേട്ടോ. ഇനി രാവിലെ കാണാം.
മോർണിംഗ് ഗൈസ്, അങ്ങനെ ദേ രാവിലെ ആയിട്ടുണ്ട്, സെക്കൻഡ് ഡേ. സോ എഴുന്നേറ്റതേ ഉള്ളൂ, ഒന്ന് ഫ്രഷ് ആകണം, അല്ല ജസ്റ്റ് ഒന്ന് ഫ്രഷായി, ഇനി ഫുഡൊക്കെ കഴിക്കണം. ഞാൻ പുറത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാവേ. സോ ഗൈസ്, ഞാനിന്ന് പുറത്തെ വ്യൂ കാണിച്ചു തരാവേ. എഴുന്നേറ്റപ്പോൾ 8 മണിയായി. നല്ല വ്യൂ അല്ലേ? ഇതേ ഫുഡ് വന്നു ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ചായ, ചൂടുവെള്ളം. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ചായ കുടിക്കാം. ഇവിടെ വേറൊരു സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. ഈ കസേര ഉണ്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, പണ്ടെപ്പോഴോ കണ്ടതാ. ഈ ചെയർ കണ്ടോ? പണ്ടത്തെ ചെയറല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൽ വന്നിരിക്കണം. ഇത് ഒരു റൂം, ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യണം കേട്ടോ. ആൻഡ് അത് സെക്കൻഡ് റൂം. നമുക്ക് ടീ ടൈം കഴിച്ചിട്ട് വരാം. ഏലക്കൊക്കെ ഇട്ടിട്ടുള്ള ചായ കൊള്ളാം. ഐ ലൈക്ക് ദിസ് ആൻഡ് മൈ ഫേവറേറ്റ്. ഇത് പൊട്ടറ്റോയും ഗ്രീൻ പീസും ഒക്കെ മിക്സ് ചെയ്ത കറിയാണ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ കടലക്കറി കഴിക്കണേ. ഗ്രീൻ പീസ് അല്ല, സോറി, കടലയും. കൊള്ളാം, കഴിച്ചിട്ട് വരാമേ. ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് രാവിലെ തന്നെ പ്ലേസസ് കാണാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബോട്ടിന് എന്തായാലും പോയിട്ടില്ല, വെറുതെ ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ബോട്ടിങ്ങിന് വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു റൈഡ് പോകാമെന്ന് വിചാരിച്ചു. ആ സെയിം അതേ ലൊക്കാലിറ്റിയിൽ തന്നെ. ആൻഡ് ഈ ബാക്ക് വാട്ടേഴ്സ് ഉണ്ടല്ലോ, ഞാൻ പല രീതിയിൽ കഴിഞ്ഞ ദിവസം മഴയുടെ ആ ഒരു ആംബിയൻസിലാണെങ്കിൽ ഇന്ന് ഫുൾ അത്യാവശ്യം നല്ല വെയിലിൻ്റെ ആംബിയൻസിലാട്ടോ കണ്ടേ. ആൻഡ് സെക്കൻഡ് ഇനി വരുന്നുണ്ട്, മഞ്ഞിൻ്റെ ആ ഒരു രീതിയിലുണ്ട്, അത് വീഡിയോ ഇനി വരുന്നുണ്ട് കേട്ടോ. സോ എന്ത് ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ. ജസ്റ്റ് ഞാൻ ഈ പ്ലേസസ് ഒക്കെ ഒന്ന് കാണിക്കാവേ. ആ വെള്ളത്തിലൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കണ്ടൽക്കാടും അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഫിഷ് ഫാമിംഗ് ആണെന്ന് തോന്നുന്നു. യാ, ആക്ച്വലി ചുമ്മാ ആ ഒരു പ്ലേസ് ലക്ഷ്യമില്ലാണ്ട് പോകത്തില്ലേ, ആ ഒരു രീതിയിലാണ് ഞാൻ ഈ റൈഡ് പോയത്. ബട്ട് ഇറ്റ് ഓസം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു റൈഡായിരുന്നു. എനിക്കിങ്ങനെ ഒരുപാട് പ്ലേസസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഓരോ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പോയതാണ്. അങ്ങനെ പോയപ്പോഴാണ് ഇത് KSRTCയുടെ ഉല്ലാസയാത്ര ബസ് കണ്ടത്. ആക്ച്വലി എനിക്കൊരു പ്ലാൻ ഉണ്ട് കേട്ടോ, KSRTCയിൽ ഇതുപോലൊരു ഉല്ലാസയാത്രയ്ക്ക് സ്ട്രേഞ്ചേഴ്സുമായിട്ട് പോകത്തില്ലേ, അങ്ങനെ എന്തായാലും പ്ലാൻ ഉണ്ട്, എന്തായാലും സെറ്റ് ചെയ്യും. ആൻഡ് പോകുന്ന വഴിയിൽ ഒരുപാട് പേര് ബോട്ടിങ് വേണമെന്നിങ്ങനെ ഡയറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സൺഡേ കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം സീസൺ ടൈം അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ നൈറ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു ലൈറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ചെറിയ റിസോർട്ടെന്ന് പറഞ്ഞില്ലേ, ഇത് അതിൻ്റെ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ. സോ ബ്യൂട്ടിഫുൾ. അങ്ങനത്തെ അത്യാവശ്യം ടൂറിസ്റ്റൊക്കെ വരുന്ന ഒരു കയാക്കിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. സോ പിന്നെ നോക്കേണ്ട ഒരു കാര്യമാണ്, ഇത് ഫുൾ ക്ലീനാണ്, ഒരു പ്ലേസ് പോലും ക്ലീൻ അല്ലാണ്ട് കണ്ടിട്ടില്ല. അപ്പം ഓരോന്നിന് വേണ്ടിയിട്ടും വേസ്റ്റിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് പ്ലേസസൊക്കെ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കംപ്ലീറ്റ്ലി ക്ലീനാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു സ്പോട്ടിൽ ഇറങ്ങി, എസ്വളവ് എന്ന സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട്. അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ ഫുൾ കയാക്കിംഗ് അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ അതിനെന്തായാലും കയറിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇറങ്ങിയപ്പോഴും തന്നെ കയാക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു, അത് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, അത് ചെയ്യുന്ന ആൾക്കാർ. നല്ല രസമായിരുന്നു. കുറേ നേരം ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിന്നു. കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. പോയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പേടിയാണ് ഗൈസ്, അതുകൊണ്ട് ഞാൻ കയറിയില്ല. ആൻഡ് പേടിയാണെങ്കിലും നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ കയാക്കിംഗ് ചെയ്തിരിക്കും. അത് ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ അതിൻ്റെ കയാക്കിംഗ് ചെയ്തിരിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.
വെയിൽ. കടയെല്ലാം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. നമ്മളിന്നലെ ഫസ്റ്റ് കണ്ടതും ഈ കാണുന്നതും എല്ലാം അഷ്ടമുടി കായലിൻ്റെ ഓരോ പാർട്ടാണ്. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഈ പ്ലേസൊക്കെ ഇത്രയും നീറ്റായിട്ട് ക്ലീൻ ചെയ്തിരിക്കുന്നത് എനിക്ക് അത് സൂപ്പർബായിട്ടുണ്ട്. എസ്പെഷ്യലി ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ. പിന്നെ ഒരുപാട് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒപ്പം ഓൾമോസ്റ്റ് ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്, വിശക്കുന്നുണ്ട്. സോ ഞാൻ നാടൻ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു, എസ്പെഷ്യലി സീ ഫുഡ്, പ്രോൺസ് അതുപോലെയുള്ള. സോ അത് നോക്കിയിട്ടാണ് ഇപ്പോൾ പോണേ. അങ്ങനെ ഞാൻ ഒരു ഫുഡ് സ്പോട്ടിൽ വന്നു. അവിടെ നിന്ന് പാഴ്സലാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പാഴ്സലൊക്കെ മേടിച്ചിട്ട് തിരിച്ച് ഞാൻ റൂമിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ അവിടെ നേരെ പോയിട്ടുണ്ട്. അവിടെ ഫുൾ ബാക്ക് വാട്ടേഴ്സാണ് കേട്ടോ കംപ്ലീറ്റ്ലി. അങ്ങനെ ഞാൻ നോർമൽ മീൽസാണ് കേട്ടോ. അതിനോടൊപ്പം ഇത് പോർക്ക്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോർക്ക് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം കഴിക്കാൻ ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നില്ല, ബട്ട് ഞാനത് കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ പ്രോൺസ് ഫ്രൈ ഒക്കെ കഴിച്ചിട്ട് മീൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹെവി മീൽസ് ആയിരുന്നു. അത് അത്രയും ടയർഡായിട്ട് കഴിച്ചപ്പോൾ കുറച്ചുകൂടി ടയർഡായിപ്പോയി. സോ ഫുഡ് ഓൾമോസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ എന്തെങ്കിലും കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഇത് എൻ്റെ സ്റ്റേയുടെ അടുത്തുള്ള ആ ഒരു ബാക്ക് വാട്ടേഴ്സിൻ്റെ ഏരിയയാണ്. ടീ കുടിക്കാൻ പോവാണ്. ഈവനിങ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ചായ കുടിക്കാനാണ് ഇറങ്ങിയെങ്കിലും മോർണിംഗ് നമ്മൾ കണ്ട ആ സെയിം പ്ലേസിലൂടെയാണ് കേട്ടോ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ആ കാർമേഘവും ബ്ലൂ സ്കൈയും ആ ഒരു കായലും കൂടെ വന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സോ മൺട്രോ ഐലൻഡിൽ തന്നെ ഞാൻ അവിടെ വേറൊരു ഐലൻഡിൻ്റെ സൈൻ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു, മാർഷോ ഐലൻഡ് എന്ന് വെച്ചിട്ട്. സോ ആ സൈൻ ബോർഡ് കയറി പോവുകയാണ് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ആൻഡ് സോ അവിടുത്തെ പോകാമെന്ന് വിചാരിച്ചു. അത് ആ ഐലൻഡിൻ്റെ ആ ഒരു ഏരിയ ആണ് ഈ കംപ്ലീറ്റ് കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ഹോംസൊക്കെയാണ്, നോർമൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ ചെറുതായിട്ടൊരു ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ഫൈൻഡ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. ടൂറിസ്റ്റ് സ്പോട്ട് ആണെങ്കിലും എനിക്കിതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാണ്ട് ആ ഒരു വില്ലേജ് ആംബിയൻസ് അത് നിലനിർത്തിക്കൊണ്ട് പോയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കറക്റ്റ് വില്ലേജ് ബ്യൂട്ടി ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കുറച്ച് ഫ്രണ്ടിൽ പോയപ്പോഴാണ് അത് വീണ്ടും അഗെയിൻ ഈ ഒരു മാർഷോ ഐലൻഡിലെ കയാക്കിംഗ് സ്പോട്ട് കണ്ടത്. വിത്ത് ഹോംസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ഇടയ്ക്ക് കയാക്കിംഗ് സ്പോട്ട് ഉണ്ട്. പിന്നെയാണിത് ഈ ഒരു ബ്രിഡ്ജ് കണ്ടത് കേട്ടോ. ഈ ബ്രിഡ്ജിൽ കയറാമെന്ന് വിചാരിച്ചായിരുന്നു അവിടെ നിന്നത്, ബട്ട് നോക്കിയപ്പോൾ ഇത് ഡാമേജ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. സോ അത് മാത്രമല്ല അത് ക്ലോസ്ഡ് ആണ്, അതിൽ കയറാനൊന്നും പറ്റത്തില്ല. പിന്നെ അധികം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരികെ വന്നപ്പോഴാണ് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യം ഈ ഒരു ബ്രിഡ്ജ് കണ്ടത്. അപ്പം ആദ്യം അവിടേക്ക് പോയപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണ്ണിൽ പെട്ടെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തിരികെ വന്നപ്പം ഇതിലൊന്ന് കയറിയാലോ എന്ന് വിചാരിച്ചു. ഞാനത് വിചാരിച്ചത് ഏതോ ടൂറിസ്റ്റ് സ്പോട്ട് എന്നാണ്. കാരണം ഞാൻ അങ്ങോട്ട് പോകുന്ന ടൈമിൽ കുറച്ച് ആൾക്കാർ അതുവഴി കയറി പോകുന്നുണ്ട്. സോ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഈ ഇത് ബ്രിഡ്ജ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ബട്ട് കയറിയപ്പോഴാണ് റെയിൽവേ ട്രാക്കാണെന്ന് മനസ്സിലായത്. ബട്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ അവിടെ നിന്നിട്ടുള്ള വ്യൂവും പിന്നെ അവിടുത്തെ കാറ്റും ഒക്കെ വന്നിട്ട് നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേരാണ് മാർഷോ ഐലൻഡ് അല്ലേ. ബട്ട് ഇതേ റെയിൽവേ ക്രോസ്. പിന്നെ അവിടെ നിന്നും ഇറങ്ങിയിട്ട് നേരെ ടീ കുടിക്കാനായിട്ട് സ്പോട്ട് നോക്കി പോവാണ് കേട്ടോ. പോയി വഴി തീർന്നു. സോ ഇവിടുന്ന് നേരെ ടീ കുടിക്കാനായിട്ടുള്ള സ്പോട്ടിലോട്ട് പോവാണ് കേട്ടോ. ആൻഡ് ഈ ഒരു കാർമേഘവും പിന്നെ മഴ പെയ്യാത്ത ഒരു ആംബിയൻസ് വന്നിട്ട് ഈവനിങ് വ്യൂ അടിപൊളിയായിരുന്നേ. ആൻഡ് ഈവനിങ് ആയപ്പോൾ എനിക്ക് തോന്നുന്നു സൺഡേ ആയപ്പോൾ അത്യാവശ്യം നല്ല ടൂറിസ്റ്റ് ഉണ്ട്. ഒരുപാട്
തിരക്ക് വന്നിട്ടുണ്ട്. ആൻഡ് യാ, ദിസ് ഈസ് ദ സ്പോട്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ഫേമസ് ആയിട്ടും ഇതുവരെ ഞാൻ കഴിക്കാത്തൊരു സംഭവമാണ് കഴിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ പഴംപൊരിയും ബീഫും. ഇത് കോമ്പിനേഷൻ ഭയങ്കര റിവ്യൂ, ഒരുപാട് ഇയേഴ്സായി വന്നിട്ടെന്ന് അറിയാൻ പാടില്ല. ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ആൻഡ് ഫസ്റ്റ് ടൈമാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ആക്ച്വലി ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ പഴംപൊരിയും അടിപൊളിയായിരുന്നു, അതിനോടൊപ്പം തന്നെ ബീഫും വന്നിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആൻഡ് ഇതിനോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈവനിങ് ടീയും ഈ ഒരു പഴംപൊരി വിത്ത് ബീഫും സൂപ്പർബായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ആ ട്രൈ ചെയ്ത് നോക്കിയേ. പിന്നെ അതിനുശേഷം അവിടെ അടുത്തുള്ളൊരു ചേർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ചേർച്ചിൻ്റെ അവിടെയൊക്കെ നിന്ന് നേരെ ആ ഒരു പീസ്ഫുൾ ആംബിയൻസ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് ചേർച്ചിൽ കയറി ഒന്ന് പ്രേ ഒക്കെ ചെയ്ത് കേട്ടോ. അതിനുശേഷം ചേർച്ചിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു അഷ്ടമുടി കായലിൻ്റെ പാർട്ട് തന്നെയാണ് കേട്ടോ. ആ ഒരു വ്യൂ ആണ് ഈ കാണിക്കുന്നത്. ആൻഡ് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. താഴെ പോയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. കുറേ പേര് ചൂണ്ടയൊക്കെ ഇട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ അത് ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. സൺസെറ്റൊക്കെ കഴിഞ്ഞു, നൈറ്റായി ഓൾമോസ്റ്റ്. എനിക്ക് ആ ചേർച്ചിലാണ് ഞാൻ പോയത്. ഇതോടുകൂടി ഇന്നത്തെ എൻ്റെ ഒരു ട്രാവൽ ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ആൻഡ് അതിന് നമുക്ക് വേറെ ട്രാവൽ വ്ലോഗ്സിൽ കാണാം. ആൻഡ് ഇത് നെക്സ്റ്റ് മോർണിംഗ് ആണ് കേട്ടോ. ഇത് ഏർലി മോർണിംഗ് ആണ്, രാവിലെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇത് മഞ്ഞാണ്, കംപ്ലീറ്റ് മഞ്ഞടിച്ചിട്ട് ഇന്നലെ നമ്മൾ കണ്ട അതേ പോയിൻ്റ് തന്നെ ഇത്രയും മഞ്ഞിൻ്റെ ആ ഒരു മിസ്റ്റി ഫീലിൽ വ്യൂവിൽ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് വ്യൂസ് മഞ്ഞ മിസ്റ്റി വ്യൂസ് ഞാൻ കാണിക്കാവേ. സോ നമുക്കിനി അടുത്ത വ്ലോഗിൽ കാണാം. ഞാൻ ഇറങ്ങി ഇനി നേരെ ട്രിവാൻഡ്രത്തേക്കാണ്. നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ.